ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹേഷ് ആദ്യയെക്കുറിച്ച് അച്ഛനോടും അമ്മനോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനിന്ന് എന്നെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അച്ഛ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് മൊബൈൽ ഓണാക്കിയ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കാനിട്ട് അത് നോക്കിയ മഞ്ജിമയെന്ന് പറഞ്ഞിട്ട് മഞ്ജിമയ്ക്കൊക്കെ സ്വപ്നവലി കൊണ്ട് കാണിച്ചു കൊടുക്കായിരുന്നു. എന്നിട്ട് പറഞ്ഞിട്ട് എൻ്റെ മോൻ എന്നെ തിരിച്ചറിഞ്ഞു, എന്തൊരു സ്നേഹമായിരുന്നു എൻ്റെ മോൻ എന്നോടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവളെ കണ്ടുവന്ന് സ്വപ്നവലി ചോദിക്കുകയാണ്. രചനയുടെ കൂടെയാണ് അവൻ വന്നത്. പക്ഷേ അമ്മനെ വിളിച്ചിട്ട് വരാന്നിട്ട് അവൻ അകത്തേക്ക് പോയി. പക്ഷെ ഞാൻ അവിടെ നിന്നില്ല. ഇനി അതൊരു പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മഹേഷ് അകത്തേക്ക് പോകാൻ കേട്ടോ. ഈ സമയത്ത് ഇഷിത അവിടേക്ക് വരികയാണ്. ഇഷിതിനെ കാണുമ്പോൾ തന്നെ സ്വപ്നവേൽ വേഗം തന്നെ ചെന്ന് കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ മോള് എന്നോട് ക്ഷമിക്കും മോളെ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇഷിതയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരാനായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളൊരു ഡോക്ടറല്ലേ, മോൾക്ക് ഒരുപാട് ജോലികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ വൈകും വരാനൊക്കെ 1 മണിയോ 2 മണിയോ 3 മണിയോ ഒക്കെ ആവും. അതൊന്നും അമ്മയ്ക്ക് ഇനി പ്രശ്നമല്ല മോളെ എന്നൊക്കെ പറയും കേട്ടോ. അന്നേരം ഇഷിത ചോദിക്കുന്നത്, എന്താ പ്ലേറ്റ് മറച്ചോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ആഹാ തൽക്കാലത്തേക്ക് ഇപ്പോൾ ആ പ്ലേറ്റ് ഒന്ന് മറച്ചു വെച്ചു, തെറ്റിദ്ധരിച്ചതാണെന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് മോളെ ഈ മാപ്പ് പറച്ചിലൊക്കെ എന്നൊക്കെ തോന്നാണ് കേട്ടോ. അല്ല ഇനിയെങ്ങാനും എന്നെ വല്ല രഹസ്യകാമുകൻ്റെ കൂടെ കണ്ടാലോ എന്ന് ചോദിക്കാൻ കേട്ടോ. മോളെ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? അല്ല ഇനി എപ്പോഴെങ്കിലും എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിലേ നേരത്തെ കൂട്ടി പറയണം കേട്ടോ, എനിക്കൊന്ന് തയ്യാറായിരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത കേട്ടോ. അപ്പോൾ സ്വപ്നം പറയും, അങ്ങനെ ഒന്നുമില്ല മോൾ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വായു, അമ്മ ആഹാരം വിളമ്പി വയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകട്ടോ. അത് ചെല്ലുമ്പോൾ മഹേഷ് ഇങ്ങനെ നിൽക്കാം കേട്ടോ. മഹേഷ് ചോദിക്കും, തനിക്ക് വിശപ്പായോ? എന്താ മഹേഷ് ഒന്നും കഴിച്ചില്ലേ? എന്നെ കാത്തിരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു സ്പെഷ്യൽ പേഷ്യൻ്റ് ഉണ്ട്, ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കഴിച്ചിട്ട് വന്നതെന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ മഹേഷ് ഇങ്ങനെ എന്തോ പറയാനുള്ളത് പോലെ നിൽക്കാണ് കേട്ടോ. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. എന്താ സീരിയസ് ആണോ വിഷയം എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ പറയാൻ വന്നത് വിനോദിനെ കുറിച്ചാണ്. വിനോദ് ഒരു മാന്യനാണ്, എനിക്കറിയാം വിനോദിനെ കുറിച്ച്. അതല്ല വിനോദ് എൻ്റെ അനിയനാണ് എന്ന് പറയട്ടോ. അനിയനോ എന്ന് ചോദിക്കാൻ കേട്ടോ. സ്വപ്നവല്ലിക്കും രാമനാഥനും ഉണ്ടായ മകനല്ല അല്ലേ എന്ന് പറയും. അതെ അവരുടെ മകൻ തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പറയും, മഹേഷിൻ്റെ സ്വന്തം അനിയനോ? അതെ എൻ്റെ അനിയൻ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പം മഹേഷിനൊന്ന് ഞെട്ടു കേട്ടോ. എന്നിട്ട് പറയാണ്, അല്ല അപ്പോഴും ഞാൻ എൻ്റെ അനിയനെ തന്നെയായിട്ട് തിരഞ്ഞെടുക്കുള്ളൂ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ഇഷിത പറയാണ്, എനിക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു, വിനോദ് അനിയനായിട്ട് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു, മഹേഷ് അംഗീകരിക്കുമ്പോൾ അത് ഞാനും അംഗീകരിക്കേണ്ടേ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പറഞ്ഞു, മാത്രമല്ല വേറൊരു രീതിയിലും ഞാൻ വിനോദിനെ അനിയനായിട്ട് എന്നെ അംഗീകരിച്ചേ മതിയാകൂ എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മഹേഷിന് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. ഭാഗ്യം, താൻ എന്തായാലും ഇതിങ്ങനെ എന്നെ എടുത്തല്ലോ, എനിക്ക് സന്തോഷമായി, താനിത് പൊട്ടിത്തെറിക്കുന്നോ ദേഷ്യപ്പെടുന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നതെന്നൊക്കെ പറയട്ടോ. എന്താ ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല, വിനോദൊരു ജെൻറ്റിൽമാനാണ്, വിനോദിനെ എനിക്കിഷ്ടമാണ് എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് പറയും, എനിക്കും ഇതുപോലൊരു രഹസ്യം പറയാനുണ്ട്, എന്തായാലും മഹേഷ് ഒരു രഹസ്യം പൊട്ടിച്ചതല്ലേ, ഞാനും ഒരു രഹസ്യം പൊട്ടിക്കാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ. അന്ന് രാത്രി 3 മണിക്ക് ഞാൻ വന്ന ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ആ ആക്സിഡൻ്റ് ഉണ്ടായ കാര്യം പറയുകയാണെ തുറന്നിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി, അത് എൻ്റെ കാറ് തട്ടി ഒരു കുട്ടിക്കാണ് ആക്സിഡൻ്റ് ആയത്, ആ കുട്ടിക്ക് പഴയ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഇന്ന് അവൻ്റെ മുന്നിൽ അവൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, അത് ഞാനാണ് എന്ന് പറയണം. അവന് ഭക്ഷണം കൊടുത്ത് അവൻ ഉറക്കിയതിന് ശേഷം മാത്രമേ എനിക്ക് ഇവിടേക്ക് വരാൻ കഴിയൂ, നമ്മുടെ ഫാമിലിയാണ് ഞാൻ അവൻ്റെ ഫാമിലിയായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്, മഹേഷാണ് അവൻ്റെ അച്ഛൻ, ഞാനാണ് അവൻ്റെ അമ്മ ഇഷാദ് എന്ന് പറയട്ടോ. ആ പേരിട്ടത് ഞാൻ തന്നെയാണ്. അപ്പം മഹേഷ് പറഞ്ഞു, ആ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ സാമ്യം തോന്നി, എന്തായാലും കഷ്ടമുണ്ട് എന്ന് പറയാനുണ്ടോ മഹേഷ്, തന്നെ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ, സോറി, ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയാനുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരിക്കലും ഒരു ദിവസം അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരേന്ന് ചോദിക്കുമ്പോൾ താൻ ധൈര്യമായിട്ട് കൊണ്ടുപോകാം, നമുക്ക് അടിച്ചു പൊളിക്കാം എന്നൊക്കെ മഹേഷ് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ആകാശിൻ്റെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കാണ് രചന. എന്നിട്ട് പറയുന്നുണ്ട്, ആകാശ് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം, എൻ്റെ മോൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മോൻ മഹേഷിൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറയട്ടോ. താൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? ആ ഫോട്ടോ വീഡിയോ ഒക്കെ മഹേഷ് ഉണ്ടാക്കിയതാവും, ഇപ്പോൾ AI ക്യാമറ ഉപയോഗിച്ചിട്ട് ആർക്കും എന്താ ഉണ്ടാക്കാൻ അറിയാത്ത. പക്ഷെ അപ്പോൾ ആകാശിനോട് രചന ചോദിക്കുന്നുണ്ട്, ഇതുവരെ ആകാശ് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്, അത് മുമ്പെടുത്ത വീഡിയോ എങ്ങാനായിരിക്കും, ഊട്ടിൽ ചെന്നെടുത്ത വീഡിയോ ആയിരിക്കും എന്നല്ലേ, ഇപ്പോൾ അത് AI ക്യാമറ ഉപയോഗിച്ചെടുത്തതാണെന്ന് പറഞ്ഞു. ആകാശിൻ്റെ സംസാരത്തിൽ എന്തോ പന്തികേട് എനിക്ക് തോന്നുന്നുണ്ട്, ആകാശിന് എന്താ ഒരു അങ്കലാപ്പ് പോലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല, പോലീസിന് വിളിക്ക്, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രചന വാശി പിടിക്കുകയാണ്. ലാസ്റ്റ് ആകാശ് പറയും,
ശരി എന്നാൽ പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു പോലീസിനെ വിളിക്കുകയാണ്. എന്നിട്ട് പോലീസിനോട് ഇങ്ങനെ കാര്യങ്ങൾ അതെ എനിക്കൊരു കാര്യം പറയാണ്ട് ഒരു മിസ്സിങ് കേസാണ് എന്ന് പറയുമ്പോഴേക്കും രചന ആകാശിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് സാർ ഞാൻ രചനയാണ്, എൻ്റെ മകൻ മിസ്സിങ് ആണ് എന്നൊക്കെ പറയും കേട്ടോ. ഒന്നില്ലെങ്കിൽ അവൻ ആതിരെ കൂടെ ഉണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഇഷിതയുടെ കൂടെ, രണ്ടാളിൽ ഏതെങ്കിലും ഒരാളുടെ കൂടെ അവനുണ്ടാവും. അപ്പോൾ അതൊന്ന് അന്വേഷിക്കണം രഹസ്യമായിട്ടെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഒരു ഫോട്ടോ എൻ്റെ ഫോണിലേക്ക് അയച്ചിരിക്കും, അപ്പോൾ ഞാൻ കാര്യമായിട്ട് തന്നെ അന്വേഷിക്കാമെന്നൊക്കെ പറയും കേട്ടോ. ശരി സാർ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഫോൺ കട്ട് ചെയ്യുമ്പോൾ ആകാശിന് ദേഷ്യം വരും. അപ്പോൾ ആകാശ് പറഞ്ഞിട്ട് ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേഗം അയാൾക്ക് വിളിച്ചിട്ട് അന്വേഷണം വേണ്ടാന്ന് പറഞ്ഞിരിക്കേന് ആകാശ് പറയും കേട്ടോ. എന്തായാലും അന്വേഷണം വേണ്ടാന്ന് പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വേഗം ആകാശ് അവിടെ പോയിരിക്കുകയാണ്. പക്ഷേ രചനയാണെന്നുണ്ടെങ്കിൽ ആകാശ് പറഞ്ഞത് കേൾക്കാതെ ആ ഫോട്ടോ പോലീസുകാരന് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ആകാശിന് ദേഷ്യം വരികയാണ് കേട്ടോ. ആകാശാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ടിരിക്കുകയാണ്. ആകാശ് ഏതെങ്കിലും രീതിയിൽ പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയവും ആകാശിൻ്റെ മനസ്സിലുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാവിലെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. വിനോദം ഉണ്ട്. എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഇരുന്നിട്ട് ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇഷിത പറയുന്നുണ്ട് അമ്മേ ഞാനിപ്പോൾ ആണുങ്ങളുടെ കൂടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, ഇതെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി എന്നൊക്കെ കളിയാക്കാൻ കേട്ടോ. അപ്പോൾ സ്വപ്നവിളി മോളെ മരുമോളെ ഇത് അമ്മയ്ക്കിട്ട് താങ്ങിയതാണെന്ന് അമ്മയ്ക്കറിയാം, മോൾ ഓഫീസിലേക്ക് പോകേണ്ടതല്ലേ, അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ടല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് അല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ സ്വപ്നവല്ലി പറയും മോളെ അതെ എനിക്കിട്ടിങ്ങനെ താങ്ങണ്ടാട്ടാ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഓരോരോ തമാശകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാമനാഥൻ പറയണ്ടേ ഇവിളിക്ക് ഒരു നെറ്റ് കൂടുതലുണ്ട്, നെറ്റ് ലൂസായിരിക്കുകയാണ്, പക്ഷേ അതിൻ്റെ സ്പാൻഡർ ഇരിക്കുന്നതേ മഞ്ജിമയുടെ കയ്യിലാണെന്ന് പറയും കേട്ടോ. അപ്പോൾ മഞ്ജിമ പറയും അച്ഛാ ഞാനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ എന്നൊക്കെ പറയും. എന്തായാലും അവിഹിതം കണ്ടെത്തിയതല്ലേ ഇവളുടെ എന്നൊക്കെ രാമനാഥൻ പറയും കേട്ടോ. ഇഷിതര അവിഹിതം കണ്ടെത്തിയ ആൾക്കാരല്ലേ നിങ്ങളെന്ന് പറയും. ആ അവിഹിതത്തിലെ കാമുകൻ ഞാനാണല്ലോ എന്ന് വിനോദ് പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഇഷിതയുടെ മുഖത്ത് എന്തോ പറയണം എന്നുള്ളത് ഇങ്ങനെ നിൽക്കണതാണ്. ഇപ്പോൾ മഹേഷ് പറയും എന്തോ ഇഷിതയ്ക്ക് പറയാനുണ്ടല്ലോ, എന്താണെങ്കിലും പറഞ്ഞോളാൻ പറയാം. അപ്പോൾ രാമനാഥൻ പറയും എന്ത് പറയാൻ പറ്റിയ അവസരമാണ് ഇപ്പോൾ അല്ല, എന്ത് വേണമെങ്കിൽ തുറന്ന് പറയാം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇഷിത പറയും അന്ന് ഞാൻ 3 മണിക്ക് വന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ, അന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഒരു 10 വയസ്സുള്ള കുട്ടിക്കാണ് ആക്സിഡൻ്റ് ആയത്. എൻ്റെ കാറൊന്ന് തട്ടിയതാണ്. പക്ഷേ അവൻ്റെ പഴയകാല ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു. ഇന്ന് അവന് ഓർമ്മകളൊന്നുമില്ല. ഞാനാണ് അവൻ്റെ അമ്മ, നമ്മുടെ ഫാമിലിയാണ് ഞാൻ അവൻ്റെ ഫാമിലിയായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ സ്വപ്നവലിക്കൊക്കെ ഭയങ്കര സങ്കടമാവും. അയ്യോ സങ്കടമായി പോയില്ല ആ കുട്ടിയുടെ കാര്യം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ മഹേഷും ഭയങ്കര വിഷമത്തിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇനി അവന് ചോറ് കൊടുത്ത് ഉറക്കിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നത്, അതുകൊണ്ടാണ് നേരം വൈകിയെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി കളിച്ച് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ അമ്മേ എന്ന് പറയാനിട്ട് എനിക്ക് ഓഫീസിലേക്ക് പോകണം എന്നൊക്കെ പറയാം. അപ്പോൾ പ്ലേറ്റ് എടുക്കുമ്പോൾ സ്വപ്നം പറയുക പ്ലേറ്റൊക്കെ അവിടെ വെച്ച് മോളെ ഞാൻ എടുത്തോളാം, അല്ലാമ്മേ ഞാൻ വേണ്ട മോള് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്ലേറ്റൊക്കെ സ്വപ്നവലി എന്നെ വാങ്ങിച്ച് വെക്കുകയാണ്. എന്നിട്ട് ഇഷിത ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് കൈ കഴുകാനായിട്ട് പോകും. ഈ സമയത്ത് വിനോദും പറയുന്നുണ്ട് ഞാനും പോട്ടെ. അപ്പോൾ നീ എന്താടാ നേരത്തെ പോകുന്നതെന്ന് വിനോദിനോട് മഹേഷ് ചോദിക്കും. അപ്പം മഹേഷിനോട് വിനോദ് പറയുന്നുണ്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് കേട്ടാ, ആ മീറ്റിങ്ങിന് വേണ്ടി എനിക്ക് പോയേ പറ്റൂ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വിനോദും പോയിട്ട് കൈയൊക്കെ കഴുകി വരികയാണ്. അപ്പോൾ ഇഷിത പറയും അമ്മേ ഞാൻ പോട്ടെ അമ്മേ, ഞാൻ എന്തായാലും വീട്ടിലൊന്ന് കയറിയിട്ട് പോകുന്നുള്ളൂ മഹേഷ് എന്ന് പറയും കേട്ടോ. ആ ശരി എന്ന് പറഞ്ഞിട്ട് ഇഷിത പോകും. അതിന് ശേഷം പിന്നെ കൂടെ വിനോദും പോകും കേട്ടോ. അപ്പോൾ വിനോദിനോട് സ്വപ്നവലി ചോദിക്കേണ്ടത് ഇനി എന്നാന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും വേറെ അമ്മയെന്ന് പറയാണ്. ഈ സമയത്ത് രാമനാഥൻ പറയുന്നു മോനെ ഇപ്പോഴും ഒരു രഹസ്യം നമ്മുടെ കയ്യിൽ തന്നെയാണ്, ആദി എന്ന് പറയട്ടോ. ആദിയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് നല്ലതായിരിക്കും, ഇഷിത് ഇപ്പോൾ നല്ല മൂഡിലാണല്ലോ, നല്ല സന്തോഷത്തിലാണെന്നൊക്കെ പറയുമ്പോൾ മഹേശ്വരി വേണ്ട, ആ സന്തോഷം ഇപ്പോൾ തല്ലിക്കെടുത്തണ്ട അച്ഛാ, അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ, അതൊരു ബോംബാണ്, അത് പൊട്ടുമ്പോൾ പൊട്ടട്ടെ എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയാണ്. നമ്മളായിട്ട് ഇനിയിപ്പോൾ അതൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. പിന്നീട് കാണിക്കുന്നത് നൂറിൽ സുജി ഇൻ്റർവ്യൂവിന് പോകാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ദേ ഇവിടെ ഇഷുവിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഇൻ്റർവ്യൂവിന് പോകുന്നതെന്ന് പറയുമ്പോൾ ഈ ചേച്ചിക്ക് അല്ലാതെ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. സ്വപ്നവല്ലി ആൻറ്റിയുടെ ഓരോരോ പരാമർശങ്ങളും മഹേഷായിട്ട് അകൽച്ചയും അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് മാറി ചേച്ചി ഒന്ന് നോർമൽ ആവട്ടെ എന്ന് പറയുന്നത് കേട്ടുകൊണ്ട് ഇഷിത വരുന്നത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് എപ്പിസോഡ് അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ട